റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് 4 സീറ്റുകൾ അധികം ചോദിക്കും. കോഴിക്കോട്, കൊയിലാണ്ടി, നാദാപുരം, ബേപ്പൂർ സീറ്റുകൾ ആവശ്യപ്പെടും. വയനാട്ടിൽ കൽപ്പറ്റ വേണമെന്നും ആവശ്യമുണ്ട്. കോൺഗ്രസുമായി സീറ്റുകൾ വെച്ചുമാറാനും നീക്കം. തിരുവമ്പാടിയും കുന്നമംഗലവും കോൺഗ്രസിന് കൊടുത്തേക്കും. തവനൂർ, പട്ടാമ്പി, പേരാമ്പ്ര എന്നിവിടങ്ങളിലാണ് ലീഗ് ഇപ്പോൾ കണ്ണുവയ്ക്കുന്നത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകുമെന്നായിരുന്നു ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. കേൾക്കാം. കൂടുതൽ സീറ്റുകൾ മത്സരിക്കണമെന്ന് എല്ലാ കക്ഷികൾക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ സീറ്റ് 140 ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ പങ്കുവെക്കണം എന്നതിനെക്കുറിച്ച് UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. എത്ര സീറ്റാണോ മുസ്ലിം ലീഗിന് മത്സരിക്കാൻ UDF നിന്ന് അനുവദിക്കപ്പെടുന്നത്, ആ സീറ്റുകളിൽ മുഴുവൻ മുസ്ലിം ലീഗ് മത്സരിക്കും. മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, UDF എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ മുസ്ലിം ലീഗ് അതിൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിക്കും. മുബഷിർ P. അക്ബറും VS രഞ്ജിത്തും ഷുപാലും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബഷിർ, ഇപ്പോൾ PMA സലാമിന്റെ പ്രതികരണത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് എല്ലാ തവണയും തെരഞ്ഞെടുപ്പിന് മുൻപ് കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയുണ്ട് എന്ന് പൊതുവേ മുസ്ലിം ലീഗ് പറയുമെങ്കിലും ഇക്കുറി അങ്ങനെയല്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിനേക്കാൾ വിജയസാധ്യതയുണ്ടായിരുന്നതും സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നതും മുസ്ലിം ലീഗിനാണ്. ഇക്കുറിയും അത് തന്നെ ആവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലീഗിന് ആത്മവിശ്വാസമുണ്ട്. മാറിയ സാഹചര്യത്തിൽ 4 കൂടുതൽ സീറ്റുകൾ കൽപ്പറ്റയടക്കം ലഭിക്കണം എന്നാവശ്യപ്പെടുന്നു. മറ്റ് സീറ്റുകൾ ചിലത് കോൺഗ്രസുമായി വെച്ചുമാറാനും ലീഗിന് താല്പര്യമുണ്ടെന്ന് അറിയുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലീഗ് ഒരു സമ്മർദ്ദതന്ത്രം ചെലുത്താൻ സാധ്യതയുണ്ടോ? ലീഗ് ന്യായമായിട്ടും അവരുടെ ആവശ്യങ്ങൾ വരും UDF സമിതികളിൽ ഉന്നയിക്കുമോ വരും ദിവസങ്ങളിൽ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും വരാൻ പോകുന്ന UDF യോഗങ്ങളിൽ ഉൾപ്പെടെ ഇക്കാര്യം ചർച്ച ചെയ്യും. ലീഗ് അത് ഉന്നയിക്കും എന്നുള്ളതാണ് നമുക്ക് ലീഗ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ദിവസം തന്നെ UDF യോഗം ചേരുന്നത് സ്വാഭാവികമായിട്ട് ഒരു വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കും എന്നുള്ളതാണ്. PMA സലാം ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ ഘടകകക്ഷികൾക്കും അധിക സീറ്റ് ലഭിക്കാനുള്ളൊരു താല്പര്യമുണ്ടാകുമല്ലോ. മുസ്ലിം ലീഗിനും ആ ഒരു താല്പര്യമുണ്ട്. അത് മാധ്യമങ്ങളോട് പറയാൻ സാധിക്കില്ല. ലീഗിനുള്ളിൽ അത്തരമൊരു ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ടെന്ന് അടിവരയിടുന്നതാണ് PMA സലാമിന്റെ പ്രതികരണം എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 27 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു, 15 ഇടങ്ങളിൽ വിജയിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ കാലയളവ് പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനം ആ നിലയിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രവർത്തിച്ച് UDF മുതൽക്കൂട്ടായിട്ടുണ്ട്, ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റ് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു പൊതുവികാരം മുസ്ലിം ലീഗിനുള്ളിൽ തന്നെയുണ്ട്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിലും സമാനമായ രീതിയിലുള്ളൊരു നിലപാട് ലീഗ് സ്വീകരിക്കാറുണ്ട്. അധിക സീറ്റ് ലഭിക്കുകയാണെങ്കിൽ നന്നാകും, അത് എല്ലാ ജില്ലകളിൽ നിന്നും സീറ്റ് ലഭിക്കുകയാണെങ്കിൽ നന്നാകും എന്ന രീതിയിലേക്കാണ് മുസ്ലിം ലീഗിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വടക്കൻ കേരളത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് അധിക സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 27 നിന്നും 4 അധിക സീറ്റുകളാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് തന്നെ നാദാപുരവും അതുപോലെ തന്നെ കൊയിലാണ്ടിയും മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. എത്തുമ്പോൾ മാനന്തവാടിയോ കൽപ്പറ്റയൊക്കെ തന്നെ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതായിരുന്നു. ആ നിലയിലുള്ള ഒരു പ്രതീക്ഷ കൽപ്പറ്റയിൽ മുസ്ലിം ലീഗ് വെച്ച് പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് വെച്ചുമാറലിലും മുസ്ലിം ലീഗ് പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട്. കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് കൈമാറിക്കൊണ്ട് പട്ടാമ്പിയോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ തവനൂരോ ഏറ്റെടുക്കണമെന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗിൽ പൊതുവെ ഉയരുന്നുണ്ട്. തവനൂരിൽ നമുക്കറിയാം KT ജലീലാണ് ഏറെക്കാലമായി പ്രതിനിധീകരിക്കുന്നത്. ഇത്തവണ KT ജലീൽ മത്സര രംഗത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയസാധ്യത ഒരു സീറ്റിൽ മുസ്ലിം ലീഗ് നോക്കിക്കാണുന്നുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് മുസ്ലിം ലീഗിനുമുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ UDF നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ലീഗ് നേതാക്കളും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലും ലീഗ് സമാനമായ രീതിയിലുള്ള അധിക സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും അത്തരമൊരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് ലീഗ് കടക്കുമ്പോൾ എന്ത് നിലപാടായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2021 VS രഞ്ജിത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 2021 മുസ്ലിം ലീഗിന് ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വിജയിപ്പിക്കാൻ, അവർ മത്സരിച്ച സീറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ആനുപാതികമായി കൂടുതൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ലീഗിന് കൊടുക്കുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. അപ്പം ഇക്കുറി അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മാറിയ സാഹചര്യത്തിൽ ലീഗിന്റെ കയ്യിൽ പുതിയ 4 സീറ്റുകൾ കിട്ടിയാൽ 4 വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ലീഗ് വെച്ച് പുലർത്തുന്നുണ്ട്. 5ാം മന്ത്രി വിവാദമൊക്കെ നമുക്കറിയാം. പക്ഷേ അത് കോൺഗ്രസിലെ നേതാക്കൾ എങ്ങനെ ഉൾക്കൊള്ളും? കാര്യം അതിൽ തന്നെ ഒരുപാട് നേതാക്കൾ ഇപ്പോൾ മത്സരരംഗത്തേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നുണ്ട്. അതത്ര എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, സാധാരണഗതിയിൽ ഇതൊരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ
ഒരു രാജ്യസഭാ സീറ്റ് ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായി നമ്മൾ അതിനെ കണക്കാക്കാറുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ അധികാര പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ്. കൂടുതൽ മന്ത്രിമാരെ അല്ലെങ്കിൽ കൂടുതൽ ബോർഡ്, കോർപ്പറേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ലീഗ് ഉദ്ദേശിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ലീഗ് ചില കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അധിക സീറ്റ് എന്ന് പറയുമ്പോൾ അത് കോഴിക്കോട്ടോ വയനാട്ടിലോ ആയിക്കൊള്ളണമെന്നില്ല. ലീഗിനെ സംബന്ധിച്ച് തെക്കൻ ജില്ലകളിൽ അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ ആലപ്പുഴ, തിരുവനന്തപുരം പോലെ അവർക്ക് പ്രാതിനിധ്യമുള്ള, അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവരുടെ അധികാര പ്രാതിനിധ്യം ഉറപ്പിക്കാനും അവരുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുവാനുമൊക്കെ തെക്കൻ ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യമുണ്ട് എന്ന് അവർക്ക് വളരെ സംഘടനാപരമായിട്ട് തന്നെ അവർക്കൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണ അവർ സീറ്റുകൾ ആവശ്യപ്പെടാൻ പോകുന്നത്. നേരത്തെ തിരുവനന്തപുരത്തൊക്കെ ലീഗ് മത്സരിച്ചിട്ടുണ്ട്, വർക്കലയിലാണെന്ന് തോന്നുന്നു ലീഗ് മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സീറ്റുകൾ പിന്നീട് കോൺഗ്രസ് തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് പാലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ പോലുള്ള മേഖലകളിലോ അല്ലെങ്കിൽ ആലപ്പുഴ നഗരത്തിലോ ഒക്കെ സീറ്റ് ആവശ്യപ്പെടാൻ ലീഗിന് സാധിക്കും. അവിടെ ലീഗിന് സ്വാധീനമുള്ള മേഖലകളാണ്. അപ്പോൾ അത്തരത്തിൽ കളമശ്ശേരി കഴിഞ്ഞാൽ അങ്ങോട്ട് തെക്കോട്ട് പോകുമ്പോൾ പുനലൂരാണ് പിന്നൊരു സീറ്റുള്ളത്. അപ്പോൾ അതിലപ്പുറത്തേക്ക് സീറ്റുകൾ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തെക്കൻ ജില്ലകളിൽ സ്വാധീനം വർദ്ധിപ്പിക്കണമെന്നൊരാഗ്രഹം ലീഗിനുണ്ട്. അതിനനുസരിച്ച് തെക്കൻ ജില്ലകളിൽ ഒരു സീറ്റ് അധികമായി നേടുക എന്നുള്ളതായിരിക്കാം ലീഗ് ഇത്തവണ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം വടക്കൻ ജില്ലകളിൽ ചില സീറ്റുകൾ അവർക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല എന്ന് കണക്കാക്കപ്പെടുന്ന ചില സീറ്റുകൾ വെച്ചുമാറുക എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവമ്പാടിയിൽ സഭയുമായിട്ടുള്ള ഒരു തർക്കത്തെ തുടർന്ന് തിരുവമ്പാടിയിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് നിന്നാൽ ജയിക്കില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിന് കൊടുത്തുകൊണ്ട് പട്ടാമ്പിയോ തവനൂരോ സ്വീകരിക്കുക എന്നുള്ളതാണ്. കുന്നമംഗലത്തും ഇതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ സ്വതന്ത്ര പരീക്ഷണം നടത്തിയിട്ട് പോലും ലീഗിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ സീറ്റ് വെച്ചുമാറി ഒന്നെങ്കിൽ പേരാമ്പ്രയോ നാദാപുരമോ ചോദിക്കുക എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ അത്തരത്തിൽ ചില സീറ്റുകൾ വെച്ചുമാറാനും തെക്കൻ ജില്ലകളിൽ സീറ്റ് അധികമായി നേടാനും അതോടൊപ്പം തന്നെ ഈ UDF-നകത്ത് അവർ കരുത്തരാണ്, ശക്തരാണ് എന്ന് കാണിക്കാനും അധികാരം കിട്ടുമ്പോൾ അധികാര പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുവാനാണ് ഇപ്പോൾ അധിക സീറ്റ് എന്നൊരാവശ്യവുമായി ലീഗ് മുന്നോട്ട് വരുന്നത്. താങ്ക് യു രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. റോഷിപാൽ കൂടി നമുക്കൊപ്പമുണ്ട്. റോഷിപാൽ, കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 93 സീറ്റുകളിൽ മത്സരിക്കുമ്പോഴാണ് 21 സീറ്റുകളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിച്ചത്. അതേസമയം 27 സ്ഥാനാർത്ഥികളെ നിർത്തി 15 ഇടങ്ങളിലും വിജയിപ്പിക്കാൻ സാധിച്ചു ലീഗിന്. ആത്മവിശ്വാസം ചെറുതല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താൽ. പക്ഷേ കാര്യങ്ങൾ ഒരുപാട് മാറി. ലീഗ് കരുത്തരായി. ലീഗിന് കൂടുതൽ നേതാക്കളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസം വരുന്നു. തെക്കോട്ടും ലീഗിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവണം. അതൊരു വടക്കൻ കേരളത്തിലെ മലബാർ പാർട്ടിയായിട്ട് മാത്രമല്ല ലീഗ് നേതാക്കൾ കാണുന്നത്. അപ്പോൾ ലീഗിന്റെ വളർച്ചയ്ക്ക് തെക്കൻ കേരളത്തിലും കൂടുതൽ സീറ്റുകൾ വേണം. കളമശ്ശേരി കഴിഞ്ഞാൽ പുനലൂർ മാത്രമേ നിലവിലത്തെ സാഹചര്യത്തിലുള്ളൂ. ഇതടക്കം മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ ലീഗിന്റെ നീക്കം? കോൺഗ്രസ് അതിന് അത്ര പെട്ടെന്ന് വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ റോഷി? അരുൺകുമാർ, നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല UDF നേതൃത്വം. ആദ്യം ഉഭയകക്ഷി ചർച്ച നടക്കണം. കോൺഗ്രസ് നേതൃത്വം, മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ പ്രധാനപ്പെട്ട കക്ഷികളുമായി സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ച, ആ ചർച്ച കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസിനുണ്ട്. അങ്ങനെ ഒരു ആവശ്യം മുസ്ലിം ലീഗ് ശക്തമായി ഉയർത്തില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പങ്കുവെക്കുന്നത്. കാരണം മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തവണ മുന്നണിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ മുന്നണി വിപുലീകരിക്കുക, ഈ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം, RJD അടക്കം LDF-ൽ ഭിന്നസ്വരങ്ങൾ ഉയർത്തുന്ന അസംതൃപ്തരായ എല്ലാവരെയും ഒപ്പം ചേർക്കുക എന്നുള്ളതാണ് UDF-ന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമായി അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സീറ്റുകൾ പ്രധാനപ്പെട്ട കക്ഷികളായ കോൺഗ്രസും ലീഗും ഒക്കെ നിലവിലെ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരും പുതുതായി ഘടകകക്ഷികൾ വരുമ്പോൾ എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു ആലോചന പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന് ഒരുപക്ഷെ ലീഗിന്റെ കൈവശമുള്ള കളമശ്ശേരി സീറ്റ് അടക്കം അത് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരുപക്ഷെ അതിന് പകരം സീറ്റ് മറ്റെവിടെയെങ്കിലും നൽകിയേക്കാം. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പട്ടാമ്പിയും ഈ തിരുവമ്പാടിയും തമ്മിൽ വെച്ചുമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ കുറ്റ്യാടിയും നാദാപുരവും തമ്മിൽ വെച്ചുമാറാനുള്ള ആലോചന നടന്നതാണ്. അങ്ങനെ ചില ആലോചനകൾക്ക് അപ്പുറത്തേക്ക് നിലവിൽ കൂടുതൽ സീറ്റുകൾ ഒരു ഘടകകക്ഷികൾക്കും കൊടുക്കാനുള്ള സാധ്യതയില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം മുന്നണി വിപുലീകരിക്കുമ്പോൾ പുതുതായി വരുന്ന കക്ഷികൾക്ക് സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരും. അത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരിക കോൺഗ്രസും മുസ്ലിം ലീഗുമായിരിക്കും. മറ്റു കക്ഷികൾക്ക് അത്രത്തോളം സീറ്റുകളില്ല. പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ്, ജോസഫ് വിഭാഗത്തിനോ RSP ഒക്കെയാണ് അടുത്ത ഘടകകക്ഷികൾ. അവർക്കൊന്നും കൂടുതൽ സീറ്റുകൾ
സാധ്യമല്ല. അപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരിക. ഏതായാലും ഇപ്പോൾ ഇന്ന് ചേർന്ന UDF യോഗത്തിൽ ചർച്ചയാകുന്നത് മുന്നണി വിപുലീകരണമാണ്. PV അൻവറിന്റെ മുന്നണി പ്രവേശനം അടക്കമുള്ളവയാണ്. അടുത്തതായി നടക്കാനുള്ളത് ഉഭയകക്ഷി ചർച്ചകളാണ്. ആ ഉഭയകക്ഷി ചർച്ചകളിലാണ് സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ തുടങ്ങുക. ഒരുപക്ഷെ സീറ്റ് വിഭജനത്തിൽ കാര്യമായി കൂടുതൽ സീറ്റ് വേണമെന്ന കടുത്ത നിലപാടിലേക്ക് ലീഗ് എത്തിക്കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഈ കാര്യത്തിൽ ഇടപെടും. താങ്ക് യു റോഷി. ഇപ്പോൾ എന്തായാലും ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു. 4 സീറ്റുകളെങ്കിലും കൂടുതലായി ലഭിക്കണം എന്നുള്ളതാണ് ലീഗിന്റെ ആവശ്യം. ലീഗ് അത് ന്യായമാണെന്ന് കരുതുന്നു. ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് വിജയസാധ്യതയുള്ള ലീഗിന് കോൺഗ്രസിനേക്കാൾ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം കൂടിയുണ്ട്. എന്നാലും അത് UDFന്റെ സമിതിയിലും UDF യോഗത്തിലും ചർച്ച ചെയ്തായിരിക്കും തീരുമാനമുണ്ടാവുക. ആദ്യം ഉഭയകക്ഷി ചർച്ച, പിന്നീട് UDF യോഗത്തിൽ ചർച്ച.